അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ നിന്ന് എനിക്കൊരു വലിയ കൊറിയർ വന്നിട്ടുണ്ട്. 25 കിലോളം വരും കേട്ടോ. 25 കിലോയുടെ അടുത്തുണ്ട്. ഫെഡെക്സ് വഴിയാണ്. കഴിഞ്ഞ തവണ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചപ്പോൾ മുഴുവൻ ഡാമേജ് ആയിട്ട് പെട്ടിയൊക്കെ നാശമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അച്ചാർ കൊണ്ടുവരാൻ പറ്റില്ല, കോസ്മെറ്റിക്സ് കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്നാക്സ് മാത്രം കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൂടെ. അവിടെ ഇങ്ങനെ ക്ലോത്ത്സ് കൊണ്ടുവരാം, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അലോ ചെയ്യുള്ളൂ. അച്ചാറൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, ഓയിലി ആയിട്ടുള്ളതൊന്നും സമ്മതിക്കത്തില്ല. ചൂസ് ചെയ്തത് ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി കിട്ടി കേട്ടോ. എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓഫീസിനേക്കാളും വേഗത്തിൽ ഡെലിവറി കിട്ടി. കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട്, സ്കിൻ കെയർ, എൻ്റെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 ഇയർ ആയല്ലോ ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ സ്കിൻ കെയർ, കുറച്ച് ഡ്രസ്സ്, അങ്ങനെ ഞാൻ സത്യത്തിൽ മറന്നുപോയി എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന്. പക്ഷേ അച്ചാറുണ്ട്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഞാനിത് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് അവരെ ചെയ്യാം. ഇത് നമുക്ക് വീട്ടിൽ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ട് അവർ സാധാരണ ഒരു നോർമൽ കവറിലിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നിട്ട് അവരാണ് എനിക്ക് പാക്ക് ചെയ്ത് അയച്ചത്. അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയച്ചതെന്നൊന്നും. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് പാക്ക് ചെയ്തേക്കണേന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നല്ല സേഫായിട്ട് ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ല സേഫായിട്ട് ബബിൾ റാപ്പൊക്കെ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇത് കസ്റ്റംസ് ക്ലിയർ ചെയ്തപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മീൻസ് എടുത്തിട്ടുണ്ട്, പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. കസ്റ്റംസ് ക്ലിയർ ആവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ക്രിസ്മസ് അല്ലായിരുന്നു, അവധിയൊക്കെ ആയിരുന്നു, ഇവിടെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഫിറ്റിഗോ ഇൻ്റർനാഷണൽ കൊറിയർ സർവീസാണ്. എഫിഷ്യൻറ്റ് ഡെലിവറി, എനി ടൈം എനിവെയർ, ഡോർ ടു ഡോർ ഡെലിവറിയാണ്. അത് ഞാൻ പ്രത്യേകം പറയാം, കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചപ്പോൾ അവിടെ പോയി അത് 20 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഞാനത് കൊറിയർ എടുത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും അത്യാവശ്യം ഒരു എമൗണ്ട് ആയി. കാരണം ഞാൻ ഊബർ വിളിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 10K ഷിപ്മെൻറ്റ്സ് ഇവർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 100+ കൺട്രീസിലും ചെയ്തിട്ടുണ്ട്, 100+ എന്ന്. അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഫ്രാൻസ്, ഇറ്റലി, UAE ആൻഡ് മോർ. പിന്നെ ഫ്രീ പിക്കപ്പാണ്. അത് ശരിയാണ്, നമുക്ക് വീട്ടിൽ വന്ന് അവർ സാധനം എടുത്തുകൊണ്ട് പോയി, അങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 12 ദിവസം, മേ ബി ഒരു 10-15 ദിവസം എങ്കിലും എടുക്കും കേട്ടോ. എനിക്കിപ്പോൾ അത്രയും ദിവസം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് SMS മെയിൽ വരും. എനിക്ക് രണ്ട് തവണ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യണത്, ഡെലിവറി എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യണതെന്നൊക്കെ ചോദിച്ചാൽ വീണ്ടും ഞാൻ മെയിൽ അയക്കുമ്പോൾ അവരെനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് അപ്പോൾ റിപ്ലൈ തരുന്നുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റംസ് ക്ലിയർ ചെയ്ത പേപ്പേഴ്സ് എല്ലാം എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിറ്റിംഗ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കൊറിയർ പാക്കേജ് കണ്ടപ്പോഴേ ഞാൻ ഓക്കെയാണ്. കാരണം എനിക്ക് നേരത്തെ കിട്ടിയ പാക്കേജ് ചപ്പള വളവളാന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ സാരി മൊഡാൽ സിൽക്കിൻ്റെ സാരിയാണ് കേട്ടോ. ഇത് നമ്മുടെ പേജിലുണ്ട്, miഴിവസ്ത്ര.com ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ മൊഡാൽ സിൽക്കല്ല, സെമി മൊഡാൽ സിൽക്കിൽ വരുന്ന സാരിയാണ് ഞാൻ ഉടുക്കാൻ വേണ്ടിയിട്ട് അയപ്പിച്ചതായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സാരിയാണ്. ഞാൻ എടുത്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലുണ്ടായതും എനിക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതും ഈ സാരിയാണ് കേട്ടോ. ഇത്തവണ നമുക്ക് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 399 മാത്രമേ വരുന്നുള്ളൂ. വിചിത്ര സിൽക്കിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫോയിൽ പ്രിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഫോയിൽ പ്രിൻ്റ് അത്യാവശ്യം നല്ല കിട്ടിലും കളക്ഷനാണ്. അതും വെറും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് വരുന്നത് 499 ആണ്. കുറച്ചും കൂടി നല്ല രസമുള്ള പ്രിൻ്റാണ്. ഇതും ഫോയിൽ പ്രിൻ്റ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പല ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഷെയ്ഡ്സിൻ്റെയും അത്യാവശ്യം സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സിലുമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കല്യാണി കോട്ടണിലെ ഇതൊരു ജസ്റ്റ് ഒരു മോഡലിന് എടുത്താണ് 999 ആക്കിയിട്ടുണ്ട് നമ്മുടെ പ്രൈസ്. അതുപോലെ തന്നെ ഇത് ഖാദി കോട്ടണിൽ വരുന്ന സാരീസാണ്. അതിൻ്റെയും പല ഷെയ്ഡ്സും പല വെറൈറ്റി ഡിസൈൻസും നമ്മുടെ കയ്യിലുണ്ട്. അതും ജസ്റ്റ് 499 മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെക്കിൽ വരുന്നത് ജസ്റ്റ് 599, അതിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊഡാൽ സിൽക്കിൽ വരുന്നത് 1070 രൂപയാണ്. അതുപോലെ തന്നെ ലിനൻ കോട്ടൺ സാരിയിൽ വരുന്നതാണ് 799. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇത്തവണത്തെ ഇതിലുള്ളതാണ് കേട്ടോ. ഇത് 3 എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കണ്ട. മീൻസ് എന്താ 399 രൂപയുടെ സാരിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 399 രൂപയ്ക്ക് നല്ല കിട്ടിലൻ സാരീസ് ഉണ്ട്. ഇത് എൻ്റെ ഒരു
ടോപ്പാണ്. സത്യത്തിൽ ഞാനിത് ക്രിസ്മസിന് പള്ളിയിലിടാൻ വേണ്ടിയിട്ടായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ ക്രിസ്മസിന് ഇവിടെ അവധി ആയതുകൊണ്ട് കൊറിയർ പിടിച്ചു വെച്ചു. അതാണ് പറ്റിപ്പോയത്. ഈ ഒരു പാവാട സ്കേർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്കുൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇട്ടതായിരുന്നു. ഇതിൻ്റെ ബാക്കി ഉണ്ടാവും കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഇതിന് പാകമാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ നാട്ടിൽ നിന്ന്. ഇപ്പോൾ വണ്ണം വെച്ച് ഇല്ലയോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ ഇത് സ്കേർട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഷേപ്പ് വെയർ ആണ്, സാരിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് ഷോർട്ട്സാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് മമ്മിയൊക്കെ എക്സ്ട്രാ വെച്ചതാണെന്ന് തോന്നുന്നു. ഇത് ബ്ലൗസാണ്. ഇത് മറ്റേ ഞാൻ സാരിക്ക് ബ്ലൗസൊന്നും ഇവിടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പേയ്മെൻ്റ് ആലോ. ഇപ്പം എനിക്ക് മെഷീൻ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഇതൊരു ബ്ലൗസാണ്. ഓക്കെ, ഇതൊരു ഷേപ്പ് വെയർ ആണ്. കാരണം സെറ്റ് സാരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഷേപ്പ് വെയർ. ഇത് നോർമൽ എല്ലാ സാരിക്കും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നേവി ബ്ലൂ കളറിലുള്ളൊരു ഷേപ്പ് വെയർ ആണ്. പിന്നെ ഇത് ഞാൻ പോരുന്നതിന് മുന്നേ ചെയ്യിപ്പിച്ച ഒരു ബ്ലൗസായിരുന്നു കേട്ടോ. ഹെവി ആയിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യിപ്പിച്ച ഒരു ബ്ലൗസായിരുന്നു. എനിക്കിത് അധികം ഇടാൻ പറ്റിയില്ല. ഒറ്റ തവണ ഞാൻ ഇട്ടോളൂ. ഒരു കല്യാണത്തിന് പോയപ്പോൾ, ചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോൾ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിത് സെറ്റ് സാരിക്ക് വേണ്ടിയിട്ട് ബ്ലൗസിന് വേണ്ടി അയപ്പിച്ചതായിരുന്നു. ഇതെൻ്റെ സ്കിൻ കെയർ ആണ്. ഇതെനിക്ക്, അതായത് എല്ലാ കൊറിയർക്കാരും ഇങ്ങനെ സ്കിൻ കെയർ ഐറ്റംസ് ഒന്നും കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഒത്തിരി പൈസ നമുക്ക് ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കൊറിയർ അയച്ച കൂട്ടത്തിൽ ഇത്തവണ ഞാൻ അയച്ചതാണ്. ഇവിടെ സ്കിൻ കെയർ മേടിക്കുമ്പോൾ എങ്ങനെ പോലും ഒരു 45 യൂറോ 50 യൂറോ ഒക്കെ എടുത്താവും നമ്മളിപ്പോൾ ഒരു സെറമൊക്കെ മേടിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പൈസ തന്നെ ആവുള്ളൂ. നമുക്കൊരു 2-3 കുപ്പി ഞാൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അത്രയും സാധനം ഇവിടെ എത്തുമ്പോൾ. സെറം ഞാൻ 4 ബോട്ടിലാണ് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, 3 എണ്ണേ ഉള്ളൂ. പക്ഷെ ഇത് എന്ത് നല്ല കിഡിലനായിട്ട് പാക്ക് ചെയ്തേക്കണേന്ന് നോക്ക്. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അവർ. മിനിമലിസ്റ്റിൻ്റെ ഫേസറാണ്. ഇവിടെ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ സിയുടെ ഒരു ഫേസറും പിന്നെ നിയാസിനമൻ്റെ 10% വരുന്നൊരു ഫേസറും ആയിരുന്നു. ഇത് 60 ml, ഇത് രണ്ടോടും കൂടി 60 ml അങ്ങനെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ചെറുത് 2 എണ്ണം അല്ല, വലുത് ഒരെണ്ണമായിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് മേടിച്ചാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് വർക്കാവോ ഇല്ലയോ എന്നുള്ളതൊന്നും. അടുത്തത് ഇത് വലിയ മന്ദക്ക സാധനം. ഇതൊരു കോട്ട് സെറ്റാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പാൻറ്റും ഉണ്ട്. ഇതിൻ്റെ പാൻറ്റ് എനിക്ക് തോന്നുന്നു കൂടുതലും ഡ്രസ്സാണ് തവണ ഞാൻ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പാൻറ്റും ഉണ്ട്. ഇതെന്താ, ഇത് ഹെയർ എക്സ്റ്റൻഷനാണെന്ന് തോന്നുന്നേ. അടുത്തത് സെറ്റ് സാരിയാണ് കേട്ടോ. ഇതങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്തൊരു പുതിയൊരു സെറ്റ് സാരി ആയിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് കേട്ടോ. ഇമ്പോ സാരിയാണ്, മൾമൾ കോട്ടണിൽ വരുന്നതാണ്. നല്ല പ്യൂർ കോട്ടൺ ആണ്. പിന്നെ അടുത്തത് ഇനി ഫുഡ് ഐറ്റം ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതെല്ലാം അവർ സെപ്പറേറ്റ് പാക്ക് ചെയ്തേക്കുക. ഇത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി കണ്ടോ, ഇതിങ്ങനെ സെപ്പറേറ്റ് പാക്ക് ചെയ്തേക്കുക. ഇതും മഞ്ഞപ്പൊടിയാണ്. ഇത് സെപ്പറേറ്റ് പാക്ക് ചെയ്തേക്കുക. ഇതിൻ്റെ ഇടയ്ക്കിടെയൊക്കെ ഇങ്ങനെ ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ. ഇത് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു പൈനാപ്പിൾ എസൻസ് ആണെന്ന് തോന്നുന്നു. സമയം എടുക്കും പൊട്ടിക്കാൻ, അതുകൊണ്ട് ഞാൻ ഇപ്പം എടുക്കുന്നില്ല. പിന്നെ ഇതെന്തത്, എല്ലാം നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലെ എനിക്കൊന്നും ഡാമേജ് ആയിട്ടല്ല കിട്ടിയത്. ദൈവമേ, പെരുംജീരകം 1 കിലോയോ. പെരുംജീരകവും മറ്റേ ജീരകവുമാണ്, നല്ല ജീരകവുമാണ്. ഇതെൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഞാനൊരു ഇച്ചിരി ഓർണമെൻറ്റ്സാണ് കൊടുത്തുവിടാൻ പറഞ്ഞോളൂ. ഇതെന്താ മമ്മി ഇതെങ്ങനെയാണ് കൊടുത്തുവിട്ടേക്കണേ? ഇത് എൻ്റെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. മീൻസ് നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുന്ന കമ്മൽ, മാല, വള എല്ലാം കൊടുത്തുവിട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമുക്ക്
അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കമ്മലൊക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വള, പിന്നെ ചെയിൻസ്, മറ്റേ ആൻറ്റി ടർണിഷിൻ്റെ. പിന്നെ അതുപോലെ ഇതെന്തിനാണെന്ന് കൊടുത്തിട്ടേക്കണേ, മറ്റേ ഈ നമ്മൾ ഓണത്തിനും ഇതിനൊക്കെ ഇടില്ലേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അത് കുറച്ചിങ്ങനെ കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറേ ഉണ്ട്. ഇത് വാളപ്പുളിയാണ് കേട്ടോ. മണം കിട്ടിയായിരുന്നു, എന്നാലും ഞാനൊന്ന് പൊട്ടിച്ചു നോക്കിയതാണ്. പിന്നെ ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. ഇത് ഓൾറെഡി പൊട്ടിയിരിക്കുകയാണ് കേട്ടോ, കസ്റ്റംസിൽ നിന്നായിരിക്കും. പിന്നെ ഇത് കാജലാണേ, നമ്മുടെ മെബിലൈൻ്റെ കാജലാണ് കേട്ടോ. എൻ്റെ കാജലൊക്കെ തീർന്നു പോയി. ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കാജൽ മേടിച്ചായിരുന്നു, പക്ഷെ അത് ഒരു വാഹയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. ഇത് മെബിലൈൻ്റെ കാജലാണ്, ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താണ്, അവർ സെപ്പറേറ്റ് പാക്ക് ചെയ്തേക്കാം. ഇത് ലാക്മിയുടെ കാജലാണ് കേട്ടോ. ഇത് ലിപ് ലൈനേഴ്സ് ആണ് കേട്ടോ, 6 എണ്ണം ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ യൂസ് ഉള്ളത് ലിപ്സ്റ്റിക്ക്, ഐലൈനർ. വേറെ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ എനിക്കിതില്ലാതെ പറ്റത്തില്ല. അത് ലിപ് ലൈനേഴ്സാണ്. പിന്നെ ഇതിനകത്ത് ഇത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ, മേബിലൈൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് മേബിലൈൻ്റെ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിന് ഏകദേശം 749 രൂപയാണ് ഒരെണ്ണത്തിന്. പക്ഷേ ഇത് ഇവിടെ കിട്ടും ഏകദേശം ഒരു 22 യൂറോ എങ്ങാണ്ട് കൊടുക്കണം. എനിക്കിതാണ്, നമുക്ക് ഇവിടെ കളർ ഓപ്ഷൻസ് ഭയങ്കര കുറവാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിലുള്ള. പക്ഷേ ഇത് ഞാൻ ഓൺലൈനാണ് എടുത്തത്, അറിയില്ല. ഇതിനു മുമ്പ് ഞാൻ ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ 2 മസ്കാര, അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഫേസസ് കാനഡയുടെ ആയിരുന്നു, പക്ഷെ ഞാൻ ഇത്തവണ മേബിലൈൻ്റെ എടുത്തേക്കണേ. ഹൈപ്പർ കേളിൻ്റെ ആണ് കേട്ടോ മസ്കാര, മേബിലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. എല്ലാത്തിനും എക്സ്പയറി ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓൺലൈൻ മേടിച്ചപ്പോഴും എക്സ്പയറി നോക്കി തന്നെയാണ് മേടിച്ചത്. ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബേബി സോപ്പില്ലേ, ഒരിടയ്ക്ക് ട്രെൻഡിങ് അല്ലായിരുന്നു. ദിയ കൃഷ്ണയുടെ ചാനലിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബേബി സോപ്പ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബേബി സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇത് ശർക്കരയാണ്, ശർക്കര. ഇത് ചിക്കൻ മസാല, മീറ്റ് മസാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഓൾറെഡി വെൽ പാക്ഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിലും വീണ്ടും പാക്ക് ചെയ്തിട്ടൊക്കെയാണ് ഇവർ അയച്ചിരിക്കുന്നത്. ഇത് മുളക് പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി സാധനങ്ങൾ. പിന്നെ ഇത് സോറി ഗൈസ്, ചിക്കൻ മസാലയാണ്. 1 2 3 4 5 6 പാക്കറ്റ് ഉണ്ട്. ഇത് ഫിഷ് മസാലയാണ് കേട്ടോ, ഫിഷ് മസാലയാണ്. ഇത് മറ്റേ പൈനാപ്പിൾ എസൻസ്. ഇവിടുന്ന് ഞാൻ പൈനാപ്പിൾ എസൻസ് മേടിച്ചായിരുന്നു, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ആ ഒരു സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത്തവണ മമ്മിയോട് പറഞ്ഞായിരുന്നു 3-4 എണ്ണം കൂടുതൽ അയക്കണം എന്ന്. പൈനാപ്പിൾ എസൻസ് കൂടുതൽ അയച്ചിട്ടുണ്ട്. ഇതിനെന്താണോ ഉണ്ട്, ഇത് മല്ലിപ്പൊടിയാണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യണല്ലോ, അവിടെ വിൻ്റർ അല്ലേ, ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇത് സത്യത്തിൽ ഞാൻ അച്ചാറാണ് തപ്പുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബ്രൗൺ കളറിൽ പാക്ക് ചെയ്തേക്കണേ ആയിരിക്കും അച്ചാറും ഓയിലും നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് ഭയങ്കര സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, കാരണം അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉലുവയാണ്, ഉലുവ. ഉണക്കിയ കറിവേപ്പില അങ്ങനത്തെ എന്തോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, രസക്കൂട്ടുകളാണ്. കുറേ രസക്കൂട്ടുണ്ട്. പിന്നെ ജീരകമുണ്ട്. കൂടുതൽ രസക്കൂട്ടാണ്, 10 പാക്കറ്റ് ഉണ്ട് രസക്കൂട്ട്. പിന്നെ ഈസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത് പിടിക്കാം. ഇതാണോ തോന്നുന്നു കറിവേപ്പില. അത് ചീത്തയായി പോകാനാണ് കേട്ടോ വഴി, കാരണം ഇത്രയും ദിവസമായില്ലേ. ചിലപ്പോൾ ചീത്തയായിട്ടുണ്ടാവും, ചിലപ്പോൾ നന്നായിട്ടിരിക്കുന്നുണ്ട്.
കറിവേപ്പില കാര്യം കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ചീത്തയായിപ്പോയി. ഇത് മഞ്ജുഷ്ടാദി തൈലാണ് കേട്ടോ, മഞ്ജുഷ്ടാദി തൈലവും പിന്നെ നാൽപ്പാമരാതി തൈലവും ഒട്ടിച്ചിട്ട് കൈ തന്നെ എടുക്കണം. ഇത് സാമ്പാർ പൊടിയാണ് കേട്ടോ, ഒരു പാക്കറ്റുള്ളത്. ഇതെന്താണോ തോന്നി, നല്ല അച്ചാറിൻ്റെ മണം വരുന്നുണ്ട് അടിയിലോട്ട് വന്നപ്പോഴേക്കും. ഇത് കൊടംപുളിയാണ്, കൊടംപുളി 1 കിലോയുടെ മുകളിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കൊടംപുളി. എൻ്റെ ചുറ്റും നിറഞ്ഞ്. ഇനിയെല്ലാം ഇങ്ങനത്തെ പാക്കറ്റുകളാണ് കേട്ടോ. ഇത് അഗാരോൻ്റെ ഹെയർ ഡ്രയറാണ് കേട്ടോ. ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഹെയർ ഡ്രയർ. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഇവരുടെ വഴി. പൈനാപ്പിൾ എസൻസ് ആണ്. ഇനിയാണ് നമ്മുടെ അച്ചാറുകൾ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഐ തിങ്ക് ഞാൻ ഇവിടെ നിന്ന് മാറ്റാം. ഇത് എന്തച്ചാറാന്ന് തിന്നു നോക്കേണ്ടി വരും, മനസ്സിലാവുന്നില്ല. ഞാനെല്ലാം പൊട്ടിച്ചു കേട്ടോ. ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറാണ്. പിന്നെ ഇത് വെള്ളക്കാന്താരി ചുറുക്കയിലിട്ടതാണ് കേട്ടോ. പിന്നെ ഇത് മറ്റേ വെള്ള നാരങ്ങ അച്ചാറാണ്, പക്ഷേ ഇത് കേടായെന്ന് തോന്നണേ. ഇത് കാന്താരി, നമ്മുടെ സാധാരണ നാടൻ കാന്താരി ചുറുക്കയിലിട്ടതാണ്. പിന്നെ ഇതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് കുറേ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല കഷ്ടപ്പാടാണ് പൊട്ടിക്കുക. ഇത് മാങ്ങാച്ചാറാന്ന് തോന്നുന്നത്. മാങ്ങാച്ചാറ് 3 ബോട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മീനച്ചാറ്. കാരണം ഞാൻ ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കുഞ്ഞു ഡപ്പയിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് അല്ലാതെ കുറേ സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് മീനച്ചാറ്. അയ്യോ, എനിക്കത് മാത്രം മതി. ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊറിയർ വഴി അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊതി വന്നിട്ട് താഴ്ന്ന് വെള്ളം വരുന്നു. സാധനങ്ങളായിരുന്നു നമുക്ക് കൊറിയർ വഴി അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ കൊറിയർ സർവീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. കിടിലൻ പാക്കിംഗ് ആണ്. ഒരു സാധനം എനിക്ക് ഡാമേജ് ഒന്നും എനിക്ക് ഡാമേജ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അച്ചാറുകളെല്ലാം ഈ പുറത്തേക്കിടെ, അതായത് ഇത് കവറിൻ്റെ ഉള്ളിൽ ലീക്കായതല്ലാതെ അതിൻ്റെ മുകളിൽ മറ്റേ ഇത് ചെയ്തിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സംഭവം ഇട്ടേക്കുവാണ്. അപ്പം അതുകൊണ്ട് ഒട്ടും പുറത്തോട്ട് ലീക്കാവോ പുറത്തോട്ട് ഇങ്ങനെ പരവോ അങ്ങനെ ഒരു സംഭവമില്ല. അത്യാവശ്യം അച്ചാറ്, ഓയില്, പിന്നെ നെയ്യ് കൊണ്ടുവന്നായിരുന്നേ. ഇവിടുത്തെ നെയ്ക്ക് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു പോയി, ചെറുതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് മേടിച്ചതൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഒരവസരം കിട്ടിയപ്പോൾ അങ്ങ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവയ്ക്കണേ. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം നല്ല
സേഫ് ആയിട്ട് തന്നെ എനിക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ താഴ്ത്തു കൊടുത്തേക്കാം.